പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ രാവിലെ 5 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നു. ദൈവം നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നിങ്ങളെല്ലാ അച്ഛനെ ഓർക്കാം, നിങ്ങൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ആരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വചന പ്രഘോഷണ ശുശ്രൂഷ മറ്റു മക്കളുമായി പങ്കുവെക്കുന്നു, അവർക്ക് ഉറപ്പായിട്ടും ഇരട്ടി അനുഗ്രഹം കിട്ടും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇന്നും ധ്യാനിക്കുന്ന വചനഭാഗം, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. ദൈവം നമ്മെ നയിക്കുന്നു. എന്നിട്ട് പ്രതികൂലമായ സാഹചര്യമാണ് നമുക്കെങ്കിലും ദൈവം എല്ലാം അനുകൂലമാക്കും. അപ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, ഞാൻ ഇന്നലെ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ തെറ്റ് ചെയ്തു, ഏതെല്ലാം അവസ്ഥയാണ്, അത് കുറ്റബോധം വരും. പക്ഷേ അവർക്ക് പ്രിയമുള്ളവരെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കത്ത് പോലില്ല. എന്താണെന്നറിയാമോ? തമ്പുരാൻ നമുക്ക് പറയും, നമ്മുടെ പാപങ്ങൾ ഓർക്ക് പോലുമില്ല. ഇന്നലെ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തോ അതൊന്നും കർത്താവ് ഓർക്കുന്നില്ല. നമ്മളിന്നപ്പോൾ ധ്യാനിക്കുകയാണുമ്പോൾ നമ്മളിന്ന് ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം വാക്യമാണ്. അതിന് പശ്ചാത്തലമുണ്ട്. 14 മുതൽ വാക്യങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നൊരു വാഗ്ദാനമുണ്ട്. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധനായ നമ്മെ രക്ഷിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സമുണ്ടോ അതെല്ലാം കർത്താവ് തകർത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നു പറയുകയാണ്. നമ്മെ തകർത്തവരെ ദൈവം തകർക്കും. അതാണ് വചനം പറയുന്നത്. കൽദായരുടെ വിജയാട്ടഹാസം വിലാപമായി തീരും. നമ്മെ തകർത്ത് അവർ ആനന്ദിച്ചുവെങ്കിൽ അവരുടെ ജീവിതത്തെ വിലാപമായി മാറുമെന്ന കർത്താവ് പറയുന്നത്. വീണ്ടും 15-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ ഞാൻ സമുദ്രത്തിൽ വഴിവിട്ടുന്നവനും. ഇത്ര മനോഹരമായല്ലേ ദൈവം എങ്ങനെ രക്ഷിക്കണമെന്നും ദൈവത്തെ വഴിയുടെ എത്ര മനോഹര കഥ പറയാ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും ശക്തനായ കർത്താവ് അരുളി ചെയ്യുക. എന്താ പറഞ്ഞതെന്നറിയാമോ? എഴുന്നേറ്റ് നിൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു. നമ്മെ നശിപ്പിക്കുവാൻ, തകർക്കാൻ വന്നവർ പരാജയപ്പെടുക. അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. ശക്തിയൊക്കെ പോയി. തമ്പുരാനാണ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വഴിയൊരുക്കുന്നത്, എല്ലാം ക്രമപ്പെടുത്തുന്നത്. എന്നിട്ട് വചനം പറയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെയായിരുന്നു, എന്ത് ചെയ്യുന്നു ഒന്നും കർത്താവ് ആലോചിക്കുന്നില്ല പ്രിയമുള്ളവരെ. മറിച്ച് ദൈവം പറയുക, നീ ഇന്നലെ എന്തായിക്കോട്ടെ, ഏത് അവസ്ഥ ആയിക്കോട്ടെ, നിനക്കൊണ്ട് വഴിയൊരുക്കി നിന്നെ കാത്തു പരിപാലിച്ച് നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ പാപങ്ങളൊന്നും പരിഗണിക്കുക പോലുമില്ല. അങ്ങനത്തെ ഒരു ദൈവത്തിൻ്റെ ചിത്രമിൻ്റെ ബൈബിളിൽ കാണുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പാപം ചെയ്ത ആ പെങ്ങളെ ഈശ്വരത്തെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ഓർത്തേ, കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ആ സഹോദരി രക്ഷിച്ചത് അല്ലേ? ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ കർത്താവ് ഇടപെട്ടു. അതാ സമുദ്രത്തിൽ വഴിവെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാകില്ല എന്നേ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ മകളെ രക്ഷിച്ചതെന്താ? നിങ്ങൾ പാപം ചെയ്യാത്തൊരു കല്ലെറിയട്ടെ. ഒരാളും കല്ലെറിയാൻ പറ്റത്തില്ല. ഈ പെങ്ങളെ രക്ഷിക്കണം. അവർക്ക് പറയുമ്പോഴവർ ഈ പാപിനിയായ സഹോദരിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെടേണ്ട വ്യക്തിയാണ്. രാജാവിൻ്റെയൊക്കെ മകളാണെങ്കിൽ ജീവനോട് ചുട്ടുകൊല്ലും. ആ മകളെയാണ് കർത്താവ് രക്ഷിച്ചത്. എങ്കിൽ പ്രിയമുള്ള സഹോദരി, എത്രയോ അനുഭവം നമുക്കുണ്ട്. ഏതെല്ലാം തരത്തിൽ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ദൈവത്തെ സ്നേഹം അനുഭവിക്കുമ്പോൾ, ആ കരുണ നമ്മൾ അനുഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, മറ്റു മക്കളിലും കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് ജീവിക്കുന്ന മക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും സ്നേഹിക്കാനും ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണമെങ്കിൽ മറ്റു മക്കളിൽ നമ്മൾ കരുണ
വർഷിക്കണമെന്ന് കർത്താവ് പറയുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.